റിപ്പോർട്ടർ ചാനലിലെ മൊട്ടയല്ല ബോംബിട്ടോ എന്ന് പറയേണ്ടത്. ദേശീയ മാധ്യമങ്ങളുടെ മുതലാളിമാര് ഗോദി മീഡിയയിലെ നരേന്ദ്രമോദിയുടെ മടിത്തട്ടിൽ നിൽക്കുന്ന ആ വളർത്തുനായ്ക്കളല്ല ഈ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ഓപ്പറേഷനെ കുറിച്ച് പറയേണ്ടത്. അത് ആ പണിയെടുത്തവരാണ്, ഇന്ത്യയുടെ സൈന്യാണ്. അവരിതുപോലെ ബഡായി ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഇന്ത്യയുടെ സൈന്യം നടത്തിയ 4 വാർത്താ സമ്മേളനങ്ങളും ആദ്യാവസാനം കണ്ടതാണ്. കേണൽ സോഫിയ ചൗധരി അവർ ഹിന്ദിയിലാണ് ബ്രീഫ് ചെയ്യുക. അവര് പറയുക ഭാരതിനെ പര്യാപ്ത രൂപ സെ ജവാബ് ദിയാ ഹൈ. ഭാരതം മതിയായ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്ന വ്യോമിക സിംഗ് പറയും വി ഹാവ് ഗിവൺ മെഷേർഡ് ആൻസർ ടു പാകിസ്ഥാൻ. അളന്നു തൂക്കിയ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കറാച്ചി പിടിക്കൽ നമ്മുടെ അജണ്ടയായിരുന്നില്ല, കറാച്ചിയിലെ തുറമുഖം തകർക്കൽ നമ്മുടെ അജണ്ടയായിരുന്നില്ല, ഇസ്ലാമാബാദ് കീഴടക്കൽ നമ്മുടെ അജണ്ടയായിരുന്നില്ല. പിന്നെയോ പാകിസ്ഥാൻ ഇങ്ങോട്ടൊന്നടിച്ചാൽ തിരിച്ചവരുടെ മർമ്മത്ത് നോക്കി 2 എന്നിട്ടോ നിർത്തും, വെയിറ്റ് ചെയ്യും പിറ്റേ ദിവസം രാത്രി വരെ. മിനിഞ്ഞാന്ന് വന്നു, ഇന്നലെ രാവിലെ വയറ് നിറച്ച് തിരിച്ചു കൊടുത്തു. ഇന്നലെ രാത്രി വന്നു, ഇന്ന് രാവിലെ വയറ് നിറച്ച് തിരിച്ചടി കൊടുത്തു. അപ്പൊ പാകിസ്ഥാന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. വൈകിട്ട് 3:30 വിളിച്ചു, അല്ല നമുക്ക് ഈ പരിപാടി നിർത്തിയാലോ? നിർത്തിയേക്കാം, ഞങ്ങളായിട്ടൊന്നും തുടങ്ങി. ഇതാണ് ഇന്ത്യയുടെ സൈന്യത്തിന്റെ ലൈൻ. ആ പട്ടാളത്തെക്കാളേറെ ആവേശത്തോടെ ഈ രാജ്യത്തെ ചാനൽ സ്റ്റുഡിയോകളിൽ നിന്ന് ആർത്ത് വിളിച്ചവർ അതോടൊപ്പം ചെയ്ത വേറൊരു ജോലികളിൽ എന്താണ്? ഇത് ചോദിക്കുന്നവരെ ഇന്ത്യയുടെ സൈന്യത്തിന് പാകിസ്ഥാൻ കീഴടക്കാൻ അജണ്ടയുണ്ട് എന്ന ചോദ്യം ചോദിച്ചവരെ മുഴുവൻ അവര് ഭീകരവാദികളാക്കി, അവര് തീവ്രവാദികളാക്കി. ഇല്ലേ? സുബൈർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 2 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ BJP പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ എന്തിനാ BJP ജയിലടച്ചത്? ഈ രാജ്യത്ത് RSS പ്രചരിപ്പിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരായ പച്ചക്കള്ളം അയാൾ തുറന്നു കാണിച്ചു. പശുവിനെ അറുക്കുന്ന വീഡിയോ വരുമ്പോ അത് ഇന്ത്യയിലാണെന്ന് BJP പറയുമ്പോ അല്ല, അത് ബംഗ്ലാദേശിലാണെന്ന സത്യം അയാൾ വിളിച്ചു പറഞ്ഞു. ഈ രാജ്യത്ത് കലാപമുണ്ടാക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമങ്ങളെ ഓരോന്നായി അയാൾ തൂത്തെറിഞ്ഞു. അപ്പോഴോ അയാളെ ജയിലിലിട്ടു. ഇപ്പോഴോ പാകിസ്ഥാൻ കുറെ നുണകൾ പറഞ്ഞു. ആ നുണകളെ മുഴുവൻ പൊളിച്ചടുക്കിയത് അയാളാണ്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത, ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ദേശക്കൂറ് ഈ രാജ്യത്തിന് ബോധ്യപ്പെടുന്ന സന്ദർഭം ഉണ്ടായി. അവരാഗ്രഹിച്ചത് ധ്രുവീകരണമാണെങ്കിൽ കുറെ കൂടി ശക്തമായ സ്നേഹത്തിന്റെ മൂലിക ബന്ധങ്ങൾ കൊണ്ട് ഇന്ത്യ എന്ന രാജ്യം ബന്ധിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. ഇതാണ് ഈ രാജ്യം എന്ന് പറയുന്നത്. ആ യുദ്ധം അവസാനിക്കുമ്പോ അവശേഷിക്കുന്ന രാഷ്ട്രീയ പാഠം ഇതാണ്. ഇന്ത്യ നമ്മൾ ഈ 3-4 ദിവസം കണ്ടതാണ്. ഇവിടെ ഹിന്ദു ഇല്ല കൂട്ടരെ, ഇവിടെ മുസ്ലിങ്ങളില്ല. ചരിത്രത്തിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരേ ദിവസം പിറന്നു വീണിട്ട് പാകിസ്ഥാൻ എന്ന രാജ്യം ചരിത്രത്തിൽ പുറകോട്ട് പോയപ്പോ ഈ രാജ്യം കേണൽ സോഫിയ ഖുറൈഷിമാരുടെയും വ്യോമിക സിംഗുമാരുടെയും അതിർത്തി കടന്നെത്തിയ പാകിസ്ഥാൻ ഭീകരവാദിയുടെ കയ്യിൽ കടന്നു പിടിച്ച് എന്റെ സഹോദരങ്ങളെ മരണത്തിന് വിട്ടുതരില്ല എന്ന് പ്രഖ്യാപിച്ച് നെഞ്ചിൽ വെടിയുണ്ടേറ്റ് വീണ് മരിച്ച ആ കുതിര സവാരിക്കാരൻ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാമാരുടെയും നാടാണിത് എന്ന സത്യം ലോകത്തിനു മുൻപിൽ കുറെ കൂടി അഭിമാനത്തോടെ നമ്മൾ പറയുമ്പോ അവിടെ മുഖം കെട്ടുപോകുന്നത് യഥാർത്ഥത്തിൽ BJP മുന്നോട്ട് വെക്കുന്ന, RSS മുന്നോട്ട് വെക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയത്തിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഈ 4 നാൾ നീണ്ടുനിന്ന സംഘർഷം ബാക്കി വെക്കുന്ന പാഠം അതാണ്. ഇവിടെ മനുഷ്യരായി ഒരുമിച്ച് നിന്നാൽ, മതത്തിന്റെ പേരിൽ ഭിന്നിക്കാതിരുന്നാൽ, നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി ചരിത്രത്തിൽ നമ്മൾ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കും. അതല്ലെങ്കിലോ നമ്മളും പാകിസ്ഥാനെ പോലെയാകും. സ്വന്തം ജനതയെ പട്ടിണിക്കിട്ട് പട്ടാളത്തെ തീറ്റിപ്പോറ്റേണ്ട ഗതികേടുള്ള, ലോകത്തിന്റെ മുൻപിൽ തലകുലിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു രാജ്യമായി നമ്മൾ മാറും. രണ്ടാമത്തെ കാര്യം, 2014 ഈ 56 ഇഞ്ച് നെഞ്ചളവുകാരൻ ഉണ്ടാക്കിയ രാജ്യമല്ല ഇത്. ഈ രാജ്യത്തിന് അതിന്റെ പുറകോട്ട് ഒരുപാട് ചരിത്രമുണ്ട്. നിങ്ങൾ ഈ താൽക്കാലികമായ വിജയത്തെ, ഈ 4 ദിവസം ഇന്ത്യയുടെ സൈന്യത്തിന്റെ ധൈര്യത്തെ ഉപയോഗപ്പെടുത്തി മോഡിയെ ഈ രാജ്യത്തിന്റെ രക്ഷകരാക്കി നടക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പാകിസ്ഥാന്റെ സൈനിക മേധാവി, അവരുടെ 90,000 സൈനികർ ആയുധങ്ങൾ താഴെ വച്ച് കൈ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറയാ, ഞങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു. അപ്പൊ
അപ്പൊ ഇന്ത്യ പറയാ വെറുതെ പോരാതെ അതിന് രേഖയുണ്ടാക്കണം. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈനിക മേധാവി അഥവാ ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ സൈനിക മേധാവി ആസിം മുനീറിന്റെ അന്നത്തെ കൗണ്ടർ പാർട്ട് ഒരു മേശയുടെ അപ്പുറത്തിരിക്കുമ്പോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സൈനിക മേധാവിക്ക് മുൻപിൽ അന്ന് പാകിസ്ഥാന്റെ സൈനിക മേധാവി ഒരു രേഖ ഒപ്പുവെച്ചു. ആ രേഖയുടെ പേരറിയോ നിങ്ങൾക്ക്? ഡോക്യുമെന്റ് ഓഫ് സറണ്ടർ എന്നാണ്. കീഴടങ്ങൽ രേഖ. 93,000 സൈനികര് കീഴടങ്ങൽ രേഖ അവർ താഴെ വെച്ചു ആയുധം. അവരൊപ്പിട്ടു. തീർന്നില്ല. ഇന്ത്യ പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങളുടെ രാജ്യത്തിന്റെ നേർപകുതി കിഴക്കൻ പാകിസ്ഥാൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രദേശം അതിന് ഈ പാകിസ്ഥാന്റെ ഭാഗമല്ല, അതൊരു പുതിയ രാജ്യമാവാൻ പോവാണ്. ആ രാജ്യത്തിന്റെ പേര് ബംഗ്ലാദേശ് എന്നാണ്. അതിന്റെ തലസ്ഥാനം ധാക്കയായിരിക്കും. നിങ്ങൾക്കിനി ഈ മണ്ണിൽ ഒരു അവകാശമില്ല. സമ്മതിച്ചോ? പാകിസ്ഥാൻ പറഞ്ഞു സമ്മതിച്ചു. എന്ന് വെച്ചാൽ ആയുധം വെച്ചു കീഴടങ്ങി അന്നത്തെ പാകിസ്ഥാന്റെ നേർപകുതി മുറിച്ചു മാറ്റി ലോകത്തിന്റെ ഭൂപടത്തിൽ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന് ഇന്ദിരാഗാന്ധി ജന്മം കൊടുത്തു. 1971 ഡിസംബർ മാസം 16 അന്ന് മുതൽ ഈ രാജ്യം അതിനെ വിജയ് ദിവസമായി ആചരിക്കാൻ തുടങ്ങി. നമ്മുടെ സൈന്യത്തിന്റെ മേധാവി ഇരിക്കുന്ന മുറിയിൽ ആ ചിത്രം ഫ്രെയിം ചെയ്തു വെച്ചു. എന്തിനാണെന്നറിയോ? ആ പട്ടാള മേധാവിയെ കാണാൻ ആര് വന്നാലും സൈനിക പ്രോട്ടോകോൾ അനുസരിച്ച് അവിടെ ഒരു ഫോട്ടോ എടുക്കണം. ഞാനിപ്പോ നിൽക്കുമ്പോ പിറകിൽ നിങ്ങൾ ഈ ഫ്ലെക്സ് കാണുന്നത് പോലെ ഇന്ത്യയുടെ സൈനിക മേധാവിയുടെ കൂടെ ലോകത്തെ ഏത് സൈനിക മേധാവി ഫോട്ടോ എടുത്താലും ആ ചിത്രം കാരണം ആ ജന്മശത്രുക്കളായി പിറന്നു വീണ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സൈന്യം 71 ഡിസംബർ മാസം 16 ഇന്ത്യക്ക് മുൻപിൽ കീഴടങ്ങുന്ന ആ ചിത്രം അത് പതിറ്റാണ്ടുകളോളം അവിടെ ഇരുന്നു. കഴിഞ്ഞ വർഷം മോദി ആ ചിത്രം അവിടുന്ന് എടുത്തു മാറ്റി. എന്നിട്ടോ കൃഷ്ണൻ, ഗരുഡൻ, ലഡാക്കിലെ തടാകം ഇതൊക്കെയുള്ള ഒരു ഫോട്ടോ വെച്ചു. കാരണം ആ ചിത്രം കാണുമ്പോ രാജ്യം ഇന്ദിരാഗാന്ധിയെ ഓർക്കും, വിജയ ദിവസത്തെ കുറിച്ച് ഓർക്കും, ഈ രാജ്യത്തിന്റെ ഭൂതകാലത്തെ കുറിച്ച് ഓർക്കും. 47 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാതിപ്പട്ടിണിയോടെ പാകിസ്ഥാനോടൊപ്പം പിറന്നു വീണ ഈ നാട് 2014 വരെ എങ്ങനെ നടന്നെത്തിയെന്ന്, വെല്ലുവിളികളെ എങ്ങനെ മറികടന്നുവെന്ന് ബ്രിട്ടീഷുകാർ വീതിച്ചു തന്ന വെറും 2 ലക്ഷം പട്ടാളക്കാരുണ്ടായിരുന്ന ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സൈനിക ശക്തിയായി എങ്ങനെ മാറിയെന്ന് ആളുകൾ അന്വേഷിക്കും, പഠിക്കും, വിലയിരുത്തും. അപ്പോൾ മോഡിയുടെ മുഖം വരും. ഇത് ഏകാധിപത്യത്തിന്റെ ലക്ഷണമാണ്. മോദിയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ബോധ്യായി. ഈ സൂക്കേടിന് ചരിത്രത്തിൽ വിളിക്കുക മിസിഹ കോംപ്ലക്സ് എന്നാണ്. അതൊരു മനോരോഗമാണ്. ഞാൻ ദൈവമാണ് എന്ന് തോന്നുക, എന്നിൽ കുടികൊള്ളുന്നത് ദൈവികാംശമാണെന്ന് തോന്നുന്നു. നമുക്കറിയാലോ, ഖുർആൻ നമ്മൾ വായിച്ചിട്ടില്ലേ? ചില ആളുകൾ പറഞ്ഞല്ലോ അന റബ്ബുക്കുമുല്ല, അല്ല ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ സർവസ്വമാണ്, ഞാൻ നാഥനാണ്. ഫറോവക്ക് ഈ മാനസിക രോഗമുണ്ടായിരുന്നു എന്നാണ്. നമ്രൂദിന് ഈ സൂക്കേടുണ്ടായിരുന്നു. ഞാൻ ദൈവമാണെന്ന് ചിന്തിക്കുക. തന്റെ ഭരണീയരായ മനുഷ്യരെ മുഴുവൻ രക്ഷിക്കാൻ, അവരെ ശിക്ഷിക്കാൻ, അവർ സ്തുതി പാടുന്നുവെങ്കിൽ അവരെ രക്ഷിക്കാൻ, അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ അവരെ ശിക്ഷിക്കാൻ തനിക്ക് അവകാശമുണ്ട് എന്ന് വിശ്വസിക്കാം. തലമുറകളിലൂടെ ഏകാധിപതികളുടെ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് പടർന്നു വന്ന ആ രോഗം അത് ഹിറ്റ്ലർക്ക് ഉണ്ടായിരുന്നു, മുസോളിനിക്ക് ഉണ്ടായിരുന്നു, സ്റ്റാലിന് ഉണ്ടായിരുന്നു, മാവോയ്ക്ക് ഉണ്ടായിരുന്നു, കംബോഡിയയിലെ പോൾപോട്ടിനുണ്ടായിരുന്നു, റുമാനിയയിലെ ചെഷസ്ക്യൂവിനുണ്ടായിരുന്നു. ഫാഷിസ്റ്റുകളായ, കമ്മ്യൂണിസ്റ്റുകളായ, ജനാധിപത്യത്തെ നിരാകരിക്കുന്ന ഒരുപാട് തലമുറകളിലൂടെ, ഒരുപാട് നേതാക്കന്മാരുടെ, ഒരുപാട് ദേശങ്ങളിലൂടെ പടർന്ന് ആ രോഗം, ആ സാംക്രമിക രോഗം, ഏകാധിപത്യത്തിന്റെ മിസിഹ കോംപ്ലക്സിന്റെ താൻ ദൈവമാണെന്ന് ചിന്തിക്കുന്ന ആ രോഗം 2014 ഡൽഹിയിലെത്തി. മോഡിക്ക് വന്നു. 2016 ആവുമ്പോഴേക്കും മോഡി കൂടെ കേരളത്തിൽ വന്ന ഒരാൾക്ക് കൈ കൊടുക്കാൻ തുടങ്ങി. ഇപ്പോ ആ സൂക്കേട് കുറച്ചു നാളായിട്ട് ആർക്കും ഉണ്ട്. ആർക്കാ? തലമുറകൾ മാറി വന്ന മിസിഹ കോംപ്ലക്സിന്റെ ഏകാധിപത്യത്തിന്റെ രോഗം പിടിപെട്ട കേരളത്തിലെ മോഡിയുടെ, സ്റ്റാലിന്റെ, ഹിറ്റ്ലറുടെ പുതിയ പ്രതിരൂപത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേരാണ് കാരണഭൂതൻ. അദ്ദേഹത്തിന്റെ പേരാണ് ഇരട്ടച്ചങ്കൻ. അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോ മൗലൂദുകളൊക്കെ വന്നല്ലോ. ചെങ്കൊടിക്ക് കാവലാൾ, ചെങ്കടൽ കണക്കൊരാൾ, അല്ലേ? ഇന്നീ പാർട്ടി ലോകമെങ്ങും വിളങ്ങിയിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവു തന്നെ. മോദിക്ക് ഇന്ത്യ ചരിത്രം, മോദി ഭക്തന്മാർക്കുണ്ടായത് 2014
കേരളത്തിലെ CPM-ന്റെ പിണറായി ഭക്തന്മാർക്ക് കേരള ചരിത്രം തുടങ്ങുന്നത് 2016-ലാണ്. ഇവിടെ ഒരു ബോർഡ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ആ ബോർഡൊന്നും ചൂണ്ടിക്കാണിക്കാൻ പോകുന്നില്ല. MLA കൊടുത്ത ഫണ്ട് അതെങ്ങനെയാ ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയുടേതാവുന്നത്? എന്തുകൊണ്ടാന്ന് പറയുക, ഇത് ഈ സൂക്കടാണ് പ്രശ്നം. ഏത് ഞങ്ങളാണ് ഇതെല്ലാം തുടങ്ങി വെച്ചത് എന്ന് പറയാ. ഈ പറയുന്ന സൂക്കട അങ്ങനെയാണ്. ഇതൊരു ബോർഡല്ല കേട്ടോ. നിങ്ങൾക്കിപ്പോ 1 കോടി റുപ്യന്റെ ബോർഡല്ലേ പ്രശ്നം. ഒരു മനുഷ്യൻ 3 പതിറ്റാണ്ട് കാലം ഈ കേരളം കണ്ട ഒരു സ്വപ്നം, ഒരുപക്ഷെ സർസിപിയുടെ കാലം മുതൽ കേരളത്തിന്റെ കൽബിലുണ്ടായിരുന്ന ഒരു വികസന സ്വപ്നം പലവട്ടം നമ്മൾ തുടങ്ങി, യാഥാർത്ഥ്യമായില്ല. 91-ൽ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത്, 95-ൽ ആ മന്ത്രിസഭയിൽ അംഗമായിരുന്ന MV രാഘവൻ അതിന് തറക്കല്ലിട്ടു, തുടങ്ങാൻ പറ്റിയില്ല. പിന്നാലെ വന്ന നയനാർ ഗവൺമെന്റ് ശ്രമങ്ങൾ നടത്തി, പറ്റില്ല. പിന്നീട് 2005-ൽ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ശ്രമങ്ങൾ നടത്തി, കഴിഞ്ഞില്ല. 2006-ൽ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് വീണ്ടും ശ്രമിച്ചു, നടന്നില്ല. പിന്നീട് 2011-ൽ കേരളത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോ 2015-ൽ നമ്മൾ അതിന്റെ എല്ലാ അനുമതികളും വാങ്ങി. കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ട തന്ത്രപ്രധാനമുള്ള എല്ലാ അനുമതികളും വാങ്ങി നമ്മൾ അതിന് കല്ലിട്ടു. വെറുതെ കല്ലിടല്ല, അവിടെ ഒരു ബോർഡ് കൂടി വെച്ചു. ആ ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഇന്നേക്ക് 1000 ദിവസം പൂർത്തിയാകുമ്പോ പതിറ്റാണ്ടുകൾ മലയാളി കൽബിൽ കൊണ്ട് നടന്ന ആ സ്വപ്നം ഈ തീരത്ത് യാഥാർത്ഥ്യമാകും. അതിന്റെ പേരാണ് വിഴിഞ്ഞം പോർട്ട്, അല്ലേ? പക്ഷേ 2016-ൽ ജനവിധി മറിച്ചായി. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറങ്ങിപ്പോയി. അന്ന് ഉമ്മൻചാണ്ടി ആ കല്ലിടുമ്പോ ഇവരാരും വന്നില്ല. നമ്മൾ വിളിക്കാഞ്ഞിട്ടല്ല കേട്ടോ, കൈയും കാലും പിടിച്ചു വിളിച്ചു. നിങ്ങൾ വാ, നിങ്ങൾ ഇരിക്ക, നിങ്ങളുടെ എല്ലാ ആക്ഷേപങ്ങൾക്കും മറുപടി ഉണ്ട്, നിങ്ങൾ പറയുന്നത് എന്തും കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ വിഴിഞ്ഞം തുറമുഖമെന്ന കേരളത്തിന്റെ വികസന സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോ ആ വേദിയിൽ നമ്മൾ ഒരുമിച്ച് വേണം. കേട്ടില്ല ഈ കാരണഭൂതൻ, അയാൾ പറഞ്ഞു ഇത് 6000 കോടി രൂപയുടെ അഴിമതിയാണ്. ഏത് വിഴിഞ്ഞം പദ്ധതി? ഇപ്പോ നിങ്ങളതിന്റെ ഉദ്ഘാടനം നടത്തിയല്ലോ. എന്നിട്ട് ആ ഉദ്ഘാടന വേദിയില് നിങ്ങളുടെ പുതിയ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഉദ്ഘാടനവും നിങ്ങൾ ഒരുമിച്ച് നടത്തിയല്ലോ. സ്നേഹമുള്ള സഖാക്കളെ, നിങ്ങൾ ഈ ബോർഡ് വെക്കുമ്പോ, ഇവിടുത്തെ തെരുവുകളിൽ ഈ മനുഷ്യന്റെ മുഖമൊട്ടിച്ച് വെക്കുമ്പോ, CPM-ന്റെ മുദ്രാവാക്യം വിളിക്കുമ്പോ നിങ്ങളുടെ മേധാവി ഈ മുഖ്യമന്ത്രി ഇടതുപക്ഷ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നു എന്ന് പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾ വിശ്വസിച്ചു പോവരുത്. നിങ്ങൾ പറയുമ്പോ മുന്നണിയുടെ പേര് LDF എന്നാണ്, ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. പക്ഷേ അയാളുടെ മനസ്സിൽ ഈ മുന്നണി ലെഫ്റ്റ് ജനതാ ഫ്രണ്ടാണ്, LJF എന്നാണ്. അതിലെ ഘടകകക്ഷികൾ പിണറായിയും നരേന്ദ്രമോദിയുമാണ്, BJP-യും CPM-ഉമാണ്. നിങ്ങൾ കുറെ മനുഷ്യർ ഈ കേരളത്തില് കഥയറിയാതെ ആട്ടം കാണാണ് പ്രിയമുള്ളവരെ. എന്നിട്ട് ഇവിടെ ഉദ്ഘാടനം നടത്തിയല്ലോ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാൻ പറ്റില്ല, വിവാദമായപ്പോ കത്ത് കൊടുത്തു. പക്ഷേ പ്രതിപക്ഷ നേതാവിന് മിണ്ടാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ നിങ്ങൾ പറഞ്ഞ പുലഭ്യം കേട്ട്, നിങ്ങൾ ഉന്നയിക്കുന്ന അഴിമതിയുടെ അറയ്ക്കുന്ന 1000 ആരോപണങ്ങൾ കേട്ട്, കള്ളൻ എന്നൊരു തെളിവിന്റെ തരുമ്പുമില്ലാതെ നിങ്ങൾ ആർത്തു വിളിച്ചപ്പോ അതിന് കാതു തരാതെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് നടക്കാൻ ശീലിച്ചതിന്റെ ഫലമാണിടോ വിഴിഞ്ഞം പോർട്ട്, അതിന്റെ ഫലമാണ് കൊച്ചി മെട്രോ, അതിന്റെ ഫലമാണ് കണ്ണൂർ വിമാനത്താവളം, അതിന്റെ ഫലമാണ് UDF-ന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകങ്ങളാണ്. ഇന്ന് കേരളം അനുഭവിക്കുന്ന ഈ വികസന സമ്പാദ്യങ്ങൾ മുഴുവൻ നിങ്ങൾ തടയാൻ നോക്കിയവരാ, നിങ്ങൾ കൊടിപിടിക്കാൻ നോക്കിയവരാ, നിങ്ങൾ കേരളത്തിലെ വികസനത്തിന്റെ വഴിമുടക്കിയവരാ. അറിയോ നിങ്ങൾക്ക് ഈ ലുലുമാൾ? അറിയില്ല എറണാകുളത്തെ ലുലുമാള്? ഇപ്പൊ ഉണ്ടല്ലോ ഇവിടെ ഒരു വ്യവസായ മന്ത്രി. ആ വ്യവസായ മന്ത്രി പറയല്ലോ, ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോ 3 ലക്ഷം വികസനം വന്നു. ഈ ലുലുമാള് പണിയുമ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എറണാകുളത്തുകാരനാ. ആ മാളിന്റെ പണി നടക്കുമ്പോ അതിന്റെ മുമ്പിൽ ഒരു തോടുണ്ടായിരുന്നു, ചെറിയൊരു കൈത്തോട്, എടപ്പള്ളി തോട് എന്നാ അത് പറയാ. അന്ന് ഇപ്പോഴത്തെ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി എറണാകുളം ജില്ലയിലെ CPM-ന്റെ സെക്രട്ടറിയാ. എന്നിട്ടോ ഈ മനുഷ്യൻ പറഞ്ഞെന്താണെന്നറിയോ നിങ്ങൾക്ക്? ലുലുമാള് വന്നാൽ എടപ്പള്ളി തോട് മൂടിപ്പോവും, അതുകൊണ്ട് ലുലുമാള് വരാൻ പറ്റില്ല. ഇങ്ങനെ ഓരോന്നിനെയും തടഞ്ഞ നിങ്ങള് വിഴിഞ്ഞത്തിന് അള്ളു വെച്ചു. എന്നിട്ടോ ആ മനുഷ്യൻ തുടങ്ങി വെച്ച അതേ കരാർ, ആ മനുഷ്യൻ കൊണ്ടുവന്ന അതേ നിക്ഷേപകൻ നിങ്ങൾ ഇവിടെ ഉദ്ഘാടനം നടത്തുമ്പോ നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾ എന്തിനാ ഈ മോഡിയെ വിളിച്ചിരുത്തിയത്? ഞങ്ങൾ അങ്ങോരെ കണ്ട കുറ്റം, ഞങ്ങൾ അങ്ങോരെ കണ്ട് മിണ്ടിയ കുറ്റം,
ഈ നരേന്ദ്രമോദിയുടെ വീട്ടിൽ ഒരു വിരുന്നിന് വിളിക്കുമ്പോ ഇന്ത്യയുടെ പാർലമെന്റിൽ അതിനരികിൽ UDF-ന്റെ ഒരു MP പോയിരുന്നാൽ കുറ്റം. നിങ്ങൾ വിളിച്ചു വരുത്തിയാലോ? ഞാൻ ചോദിക്കട്ടെ, ഈ വിഴിഞ്ഞം പദ്ധതിയിലേക്ക് നരേന്ദ്രമോദി ചെയ്തത് എന്താ? 627 കോടി രൂപ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തന്നു. ഇവിടെ മാപ്പിള സഖാക്കളുടെ കാത് തുറന്ന് കേട്ട് മനസ്സിലാക്കിക്കോ, ഞാൻ പറയുന്നത് എന്റെ ഡാറ്റയല്ല, CPM പറഞ്ഞ കാര്യമാണ്. എന്താണ്? 627 കോടി തന്നു. വെറുതെ തന്നതാണോ സഖാക്കളെ? അയാളുടെ ഔദാര്യാണോ? തിരിച്ചു തരണ്ട, ഇത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി മടക്കി വെച്ച് തന്നതാണോ ആ 627 കോടി രൂപ? അല്ല, അത് വായ്പയാണോ. 10,000 കോടി രൂപ തിരിച്ചടക്കണം ഈ കേരളം. 627 കോടി രൂപക്ക് നരേന്ദ്രമോദിക്ക് കൊടുക്കേണ്ട ലാഭവിഹിതം 9,300 കോടി രൂപ. എന്നിട്ടും പോയി മൂപ്പരെ വിളിച്ചു കൊണ്ടുവന്നു അല്ലെ നിങ്ങൾ? എന്നിട്ടോ അവിടെ VD സതീശൻ പറ്റൂല, അവിടെ UDF-കാരും പറ്റൂല, അവരൊന്നും വന്ന മോഡി തമ്പുരാൻ ഇഷ്ടാവില്ല. എന്നാ ഔവല് സുബൈക്ക് വേറൊരു മുതൽ കയറിയിരുന്നല്ലോ അവിടെ. ആരാത്? നിങ്ങളൊന്ന് പറഞ്ഞ ആരാ? BJP-യുടെ ദേശീയ പ്രസിഡന്റ് ഇല്ലേ? നിങ്ങളുടെ മന്ത്രി, ഈ ബോർഡിൽ ഇരിക്കുന്ന കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? വിളമ്പുന്നവന് ഉളുപ്പില്ലെങ്കിലും തിന്നുന്നവന് ഉളുപ്പ് വേണ്ട, അങ്ങനെയല്ല പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞല്ലേ? ഇവിടെ വിളമ്പാൻ ബിരിയാണി വല്ലതും കൊടുത്തോ? അവിടെ ഇല്ല. ആ വേദിയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് മരുമകൻ വിളമ്പുന്നവൻ ഉളുപ്പില്ലെങ്കിലും തിന്നുന്നവൻ ഉളുപ്പ് വേണം എന്ന് പറഞ്ഞ അതിന്റെ മലയാളം. വിളിക്കുന്നവൻ ഉളുപ്പില്ലെങ്കിലും വരുന്നവൻ ഉളുപ്പ് വേണം, അങ്ങനെയല്ലേ പറഞ്ഞത്? അല്ലേ? ആരാ വിളിച്ചത്? ആരാ വിളിച്ചത്? ഈ മരുമോന്റെ അമ്മോശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ രാജീവ് ചന്ദ്രശേഖർ അവിടെ കയറി ഇരിക്കില്ല. വെറുതെ ഇരിക്കുകയാണോ നിങ്ങള്? എന്ന് പറഞ്ഞേ. നിങ്ങളിവിടെ BJP-യുടെ പ്രകടനം കണ്ടിട്ടുണ്ടോ ഈ മലപ്പുറത്ത്? ആ പ്രകടനം ആരംഭിക്കുമ്പോ അവർ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് സഖാക്കളെ, ബോലോ ഭാരത് മാതാ കീ ജയ് എന്നാണ്. ദേശസ്നേഹം കൊണ്ടല്ല, രാജ്യസ്നേഹം കൊണ്ടല്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ അതിനെ ഒറ്റുകൊടുത്ത സംഖ്യകൾക്ക് ഇതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. അത് BJP-ക്കാർ സദസ്സിലിരുന്ന് വിളിക്കുമ്പോ ഈ കേരളത്തിലെ സർക്കാരിന്റെ പേരിൽ കെട്ടിവെച്ച ഒരു വേദിയിലിരുന്ന് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അത് ഏറ്റുവിളിച്ചപ്പോ മിണ്ടാതിരിയടാ. ഇത് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഇരട്ടച്ചങ്ങനെ അവിടെ നിരന്നിരുന്ന നിങ്ങളുടെ ഈ മന്ത്രിമാർക്ക് RSS-ന് മുൻപിൽ മുട്ടുമടക്കാത്ത പോരാട്ട വീരിന്റെ പ്രതീകമെന്ന് നിങ്ങൾ ആഘോഷിച്ച ഒരു നേതാവിനും അയാളോട് വാപൂട്ടി മിണ്ടായിരിക്കും ചങ്ങാതി എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? അവിടെയാണ് കേട്ടോ ഈ കാലാകാലം ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തോളാം, ലീഗിനെ പാര വെച്ചോളാം എന്ന് പറഞ്ഞു നടക്കുന്ന തൊരപ്പന്മാര്. അവർ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം അവിടെയാണ്. നിങ്ങൾക്ക് ലീഗ് പോരല്ലോ, ലീഗിനെ തീർത്ത് കിട്ടാൻ കുറെ പേര് ഇറങ്ങിയിട്ടില്ലേ? അവരോടാ പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴാ ലീഗിന് വീറ് കുറഞ്ഞത്? പിണറായി വിജയൻ ഒരു ബഡായി അങ്ങോട്ട് പറഞ്ഞു. എന്താ ബഡായി? പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കാൻ ഞാൻ സമ്മതിക്കൂല. അല്ല, അങ്ങനെയല്ലേ പറഞ്ഞത്? ബഡായിക്ക് ഒരു കുറവില്ല കേട്ടോ. ഈ ചങ്ങായിക്ക് മൂത്ത ഭ്രാന്ത. ആർക്ക്? ഈ ഡൊണാൾഡ് ട്രംപിന്. മിനിഞ്ഞാന്ന് മൂപ്പരിട്ട ഫോട്ടോ ഉണ്ടെങ്കിൽ പോപ്പിന്റെ രൂപത്തിൽ പുള്ളി, പോപ്പിന്റെ വടിയും തൊപ്പിയൊക്കെ വെച്ച് മാർപ്പാപ്പയായിട്ട് ആര് നിൽക്കാണ്? ഡൊണാൾഡ് ട്രംപ്. നമ്മൾ ചോദിച്ചത് ആരെങ്കിലും ഫേക്ക് അല്ല. ഡൊണാൾഡ് ട്രംപിന്റെ ഒഫീഷ്യൽ പേജിലാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഈ ലോകത്തുള്ള മുഴുവൻ കത്തോലിക്ക മതവിശ്വാസികളുടെയും അവരുടെ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളൊക്കെ അവരുടെ കർത്താവിന്റെയും അവർക്കുമിടയിലെ ഇടയനായി അവരെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന മാർപ്പാപ്പ, ആ മാർപ്പാപ്പയുടെ വേഷം കെട്ടിയ മുതല് അതിന് തലയ്ക്ക് പ്രശ്നമുണ്ടോ എന്നുള്ള പരിശോധന ഇപ്പോഴും ലോകത്ത് നടക്കാം. അപ്പൊ ഇവിടുന്ന് ഒരു ചങ്ങായി വേറെ പറയാ, എന്താ? ഞങ്ങൾ ട്രംപിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ട്രംപിന്റെ പോക്ക് ശരിയല്ലെങ്കിൽ ഞങ്ങൾ നടപടി എടുത്തു കളയും. പറഞ്ഞതാരാ? CPIM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. അഖിലേന്ത്യ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും പോകണ്ട, മുതൽ കൊല്ലത്ത താമസം MA ബേബി. ട്രംപിനെ ഞങ്ങൾ നിരീക്ഷിക്കാനുള്ളതാണ് എന്നതുപോലെ ആവതില്ലാത്ത വർത്താനേ പറയൂ. അവനവനെ കൊണ്ട് ആവതുള്ള വർത്താനം ഒരിക്കലും പറയൂല. ആ പിണറായി ഒരു തള്ളി. എന്താണ്? നരേന്ദ്രമോദി രാജ്യത്ത് CAA നടപ്പാക്കുമ്പോ കേരളത്തിൽ ഞാനത് നടപ്പാക്കില്ല. നമ്മൾ കുറെ പേര് വിശ്വസിച്ചു, കുറെ പേര് കൈയടിച്ചു, കുറെ പേര് ലീഗിനെ തള്ളി പറഞ്ഞു, കുറെ പേർക്ക് കോൺഗ്രസ് പറ്റാതായി. നമ്മൾ വോട്ട് കൊടുത്തു. എന്ത് വിശ്വസിച്ച? രാജ്യത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമാധികാരത്തിന്റെ ഭാഗമായ ഇന്ത്യയുടെ പൗരത്വത്തെ സംബന്ധിച്ച് രാജ്യത്തൊരു നിയമം വന്നപ്പോ ആ നിയമത്തിൽ നിന്ന് പിണറായി നമുക്ക് ആർക്കും അറിയാത്ത, നമുക്ക് വെളിപ്പെടാത്ത, നമ്മളൊക്കെ ചോദിച്ചാൽ ഇത് എങ്ങനെ ചങ്ങാതി രക്ഷിക്കാൻ പോണ പറയൂല, ഏതോ ഐബിയായ മാർഗത്തിലൂടെ നമ്മളെയൊക്കെ ധീരസഖാപങ്ങ് രക്ഷിച്ചു കളയെന്ന് വിചാരിച്ച് നമ്മളൊക്കെ വോട്ട് കൊടുത്തുല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടോ, നിങ്ങളുടെ മുഖ്യമന്ത്രി കെട്ടിയ സ്റ്റേജ് ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിയില്
കേരള സംസ്ഥാന സർക്കാരിന്റെ പരിപാടി. ആ പരിപാടിയുടെ വേദിയിൽ വിളിക്കപ്പെട്ടാത്ത അതിഥിയെ പോലെ ഉളുപ്പില്ലാത്ത BJPയുടെ പ്രസിഡന്റ് കയറി മുദ്രാവാക്യം വിളിച്ചപ്പോ ഞങ്ങൾ ചോദിച്ചല്ലോ നിങ്ങളോട് എന്തുകൊണ്ട്? നിങ്ങൾ പറഞ്ഞ മറുപടി എന്താ? അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കുക. അങ്ങനെയല്ലേ പറഞ്ഞത്? ആ സ്റ്റേജിൽ ആരിക്കണം ആരിക്കണ്ട, ആര് പ്രസംഗിക്കണം ആര് പ്രസംഗിക്കണ്ട, അത് ആര് തീരുമാനിക്കും? മോഡി തീരുമാനിക്കും. എന്നാ ഈ പൗരത്വം വിവരമുള്ളവർ കേട്ടോ, മനസ്സിലാക്കിക്കോ. സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പരമാധികാരത്തിന്റെ ഭാഗമാണ്. സംസ്ഥാന സർക്കാരിന് ഒരു റോളും ഇല്ല അതില്. തിരുവനന്തപുരത്ത് പിണറായിയെ കുത്തിയിരുത്തിയത് കൊണ്ട് CAA ഭീഷണിയിൽ നിന്ന് ഈ രാജ്യത്ത് കേരളത്തിലെന്നല്ല ഒരാളും രക്ഷപ്പെടില്ല. അതിന് ഡൽഹിയിൽ ഭരണം മാറണം, അവിടെ മോഡി ഇറങ്ങണം. അതിനുള്ള അവസരമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അന്നും പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ കേട്ടോ, ഞങ്ങളില്ലെങ്കിലോ ഇന്ത്യ അന്ന് തന്നെ ഇല്ലാണ്ടാവും. നിങ്ങളെന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടുന്നത് നരേന്ദ്രമോദിയുടെ ഫാഷിസ്റ്റ് കാലത്തെ വാഴ്ചക്ക് മുൻപിൽ അഭിമാനവും അസ്തിത്വവും ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സമുദായത്തിന് നേരെ നിങ്ങൾ വിരൽ ചൂണ്ടി. എന്നിട്ടോ ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ രണ്ടാം കിട പൗരന്മാരാണ് കേട്ടോ. അതും വിശ്വസിക്കാൻ ആളുണ്ടായി. കുറെ ആൾക്കാർ മലപ്പുറത്തും ഇറങ്ങി, കുറെ ആൾക്കാർ പൊന്നാനിയിലും ഇറങ്ങി അല്ലേ? അങ്ങനെ ഈ തണൽ മരത്തിന്റെ താഴ്വേര് വെട്ടാൻ കൈക്കോടാലിയുമായി ഇറങ്ങി പുറപ്പെട്ടവര് ചരിത്രത്തിന്റെ ഇന്നലകളിൽ നേരിട്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാക ഞങ്ങൾ ഇവിടെ കെട്ടിവച്ചത്. ഞങ്ങൾ തുരത്തി ഓടിച്ചു. ആ വോട്ടെടുപ്പ് 24 കഴിഞ്ഞു. പിന്നെയും 8 ഘട്ടം വോട്ടെടുപ്പ് ബാക്കി. 420 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് ബാക്കി. ഈ രാജ്യത്ത് ഏതാണ്ട് 70 ലക്ഷം മനുഷ്യർ, 70 കോടിയോളം മനുഷ്യർ വോട്ട് ചെയ്യാൻ ബാക്കി. ആ 26-ാം തീയതി വൈകിട്ട് ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ നേതാവ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ അടുക്കള പൂട്ടി കുഞ്ഞുകുട്ടി പാരാധീനങ്ങളെ കൊണ്ട് വിദേശത്ത് ടൂർ പോയി. ഇന്തോനേഷ്യ, സിംഗപ്പൂര്, മലേഷ്യ, അമേരിക്ക. മക്കളെ, പേരക്കുട്ടികളെ, മരുമക്കളെ ഒക്കെ കറങ്ങി ലാത്തിയടിച്ച് ഇവിടെ തിരിച്ചു വന്നു. ആര്? പിണറായി വിജയൻ എന്ന സഖാവില്ലേ? പാർലമെന്റിൽ ഒരു ബില്ലിന്റെ വോട്ടെടുപ്പ് നടക്കുമ്പോ ഭൂതക്കണ്ണാടി വെച്ച് നിങ്ങൾ നോക്കാറില്ലടോ. അവിടെ ബഷീർ സാഹിബ് ഉണ്ടോ? അവിടെ സമദാനി ഉണ്ടോ? അവിടെ വഹാബ് ഉണ്ടോ? അവിടെ ഹാരിസ് ബീരാനുണ്ടോ? ലീഗിന്റെ MLA എല്ലാരും, MP എല്ലാരും പ്രസന്റ് ആണോ എന്ന് നോക്കുന്ന നിങ്ങളുടെ നേതാവ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിലേക്കുള്ള വോട്ടെടുപ്പിന്റെ 2ാം നാൾ വിനോദയാത്രക്ക് പോയി മക്കളെയും കുഞ്ഞുകുട്ടികളെയും കൂട്ടി. മറുപടി ഉണ്ടോ സഖാക്കളെ? നിങ്ങൾക്കൊക്കെ പോട്ടടോ. മലപ്പുറത്തെ CPM ജില്ലാ സെക്രട്ടറി ഇല്ലേ സഖാവ് അനിൽകുമാർ? അങ്ങനെയല്ലേ പേര്? CPM ഇവിടുത്തെ പുതിയ സെക്രട്ടറി അനിൽകുമാർ എവിടുത്തുകാരനാ? പുതിയ തലമുറയിലെ നേതാവാണ്. ഈ കേരളത്തിലെ ജില്ലാ പാർട്ടി ഘടകങ്ങൾക്ക് പുതിയ നേതൃനിര കൊണ്ടുവരാൻ നിങ്ങൾ തീരുമാനിച്ചപ്പോ സഖാവ് ഇമ്പിച്ചി ബാബ, സഖാവ് പാലണി മുഹമ്മദ് കുട്ടി നിങ്ങളൊരു ദുർബല ശക്തിയായി പോയപ്പോഴും ഇവിടെ പറഞ്ഞല്ലോ, ഒരു കാലത്ത് ലീഗ് ഉണ്ടാക്കാൻ നിവൃത്തിയില്ല മലപ്പുറത്ത് പലയിടത്തും. അന്നൊക്കെ ഇവിടെ ചെങ്കൊടിയുണ്ട്. സഖാവ് ഇമ്പിച്ചി ബാബ, EMS, പാലൊളി, എത്ര നേതാക്കന്മാർ ഇവിടെ ഉണ്ട്? എത്ര നേതാക്കന്മാരെ സംഭാവന ചെയ്ത മലപ്പുറത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയുടെ സെക്രട്ടറി അയാൾ എന്തായാലും അയാളൊരു നിലപാടുള്ളോണ. അയാൾക്ക് 1/2 മിനിറ്റ് ആലോചിക്കേണ്ടി വന്നില്ല. ഈ മണ്ണിൽ നിലമ്പൂരിൽ കാൽ ചവിട്ടി നിന്ന് ഇത് ഒരു പ്രത്യേക സമുദായത്തിന്റെ രാജ്യമാണെന്ന്, ഇവിടെ അക്കൂട്ടര ഭയന്നിട്ടില്ലാതെ മറ്റു പലർക്കും ശ്വാസം കഴിക്കാൻ നിവൃത്തിയില്ലെന്ന് ഈ കേരളത്തെ പുതിയ രൂപത്തിൽ വാർത്തെടുത്ത ഗുരുദേവൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരൻ ഈ മലപ്പുറത്ത് നിന്ന് പ്രസംഗിച്ചപ്പോ അയാൾ അരനാഴിക നേരെ ആലോചിച്ചില്ല. ഞാൻ അയാൾ അഭിവാദ്യം ചെയ്യാണ്. മലപ്പുറത്തെ CPM സെക്രട്ടറി അയാൾ പറഞ്ഞു, ഈ പറഞ്ഞത് തെറ്റാണ്. സഖാക്കളെ, തൊട്ടു പിറ്റേ ദിവസം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നു വീണ മലപ്പുറത്തെ പ്രസ്സിൽ അച്ചടിച്ച ദേശാഭിമാനിയുടെ പേജ് വായിക്കും. നിങ്ങളുടെ പാർട്ടി പത്രം പറഞ്ഞു ഈ പറഞ്ഞത് തെറ്റ്. മലപ്പുറത്തെ കുറിച്ച് ഇങ്ങനെ പറയരുത്. മലപ്പുറത്തെ ചൂണ്ടിക്കാണിച്ച് ഇമ്മട്ടിൽ വർഗീയത പ്രസംഗിക്കരുത്. ഇത് മതഭീകരവാദികളുടെ ജില്ലയല്ല, ഇതൊരു പ്രത്യേക സമുദായത്തിന്റെ രാജ്യമല്ല. മലപ്പുറത്തിനൊരു മതമുണ്ടെങ്കിൽ അത് മാനവികതയുടെ മതമാണ്, സ്നേഹത്തിന്റെ മതമാണ്. വേദിയിൽ ഇടതുഭാഗത്തിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് ഈ വേദിയിൽ തൊട്ട് മുന്നേ എന്നോട് പറഞ്ഞു, ഷിബു, ഞങ്ങളുടെ ഈ മഹലില് 3 മുസ്ലിങ്ങളല്ലാത്ത കുടുംബങ്ങളാണ് കേട്ടോ. ഞങ്ങളുടെ ഈ വാർഡിൽ നിന്നല്ല, ഞങ്ങളുടെ ഈ മഹല്ലത്തില് 3 മുസ്ലിങ്ങളല്ലാത്ത കുടുംബങ്ങളാണ് കേട്ടോ. ബാക്കി മഹല്ലെന്ന് ചേർത്ത് പറയുമ്പോഴും അവരെ കൂടി ചേർത്ത് പിടിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, അത് മലപ്പുറത്തിനൊരു പൊന്നു തമ്പുരാന്റെ മുൻപിൽ ഹാജരാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികേടില്ല.
അത് ഈ മലപ്പുറത്ത് വന്ന് പറയുമ്പോ, ഈ മലപ്പുറത്തെ ചെങ്കൊടി പാർട്ടിയുടെ സെക്രട്ടറി അത് തെറ്റേ എന്ന് പറയുമ്പോ, ആ സെക്രട്ടറിയെ പോലും ഒറ്റുകൊടുത്തുകൊണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആ മനുഷ്യനെ ആദരിക്കാൻ കെട്ടിയുയർത്തിയ വേദിയിലേക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രി പോവാണ് സഖാക്കളെ. ഈ മലപ്പുറത്തെ CPM-ന്റെ ഒരു സാധാരണ ജില്ലാ സെക്രട്ടറി കാണിച്ച തന്റെ ഇടം, ആ ധൈര്യം കാണിക്കണ്ടേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അയാൾ RSS-നെ ഭയക്കാത്ത ഇന്ദ്രവേന്ദ്രന്മാരുടെ നടുവിലൂടെ നടന്ന നേതാവല്ലേ? ഊരിപ്പിടിച്ച വാളിന് നേരിട്ടു എന്ന് വീമ്പ് പറയുന്ന ആളല്ലേ? അവിടെ പോയിട്ട് മിസ്റ്റർ, ഞാൻ ആ പേര് പറയുന്നില്ല ഇവിടെ, ആ പേരൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം. എത്രയായാലും അതൊരു സംഘടനയാണ്. അതിന്റെ പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യരുണ്ട്. അവരാരും ഈ വർഗീയതയെ ഉള്ളിക്കൊണ്ട് നടക്കുന്നവരല്ല. ജാതി ചോദിക്കരുത്, മതം പറയരുത് എന്ന് പഠിപ്പിച്ച അരുവിക്കരപ്പുഴയുടെ ആഴങ്ങളിൽ നിന്ന് ഒരു കല്ല് തപ്പിയെടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചു വച്ചിട്ട് അതിന്റെ പിറകിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതി വച്ച ഗുരുദേവൻ, ആ ഗുരുദേവന്റെ പ്രസ്ഥാനമാണ്. പക്ഷെ അവിടെ പോകുമ്പോ ആ മനുഷ്യന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് മലപ്പുറത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് തെറ്റ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കണ്ടേ? അത് കാണിച്ചില്ല എന്ന് മാത്രല്ല, അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ ഇരിക്കുന്ന മുതല് ഇത് രണ്ടാം കുമാരനാശാനാണ് എന്നാണ് പറയുന്നത്. സ്നേഹമുള്ള മനുഷ്യരെ, നിങ്ങൾ CPM ആയിക്കോ, അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇവിടെ കോണി ചിഹ്നത്തിൽ ലീഗ് മത്സരിക്കുമ്പോ നിങ്ങൾ CPM-ന് വേണ്ടി ലീഗിനെ തോപ്പിക്കാനുള്ള എല്ലാ പണിയും നിങ്ങൾ എടുത്തോ. അതിലൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല, നമുക്കൊരു പരാതിയില്ല. നിങ്ങളുടെ അവകാശമാണത്. ജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അവകാശമുള്ളതുപോലെ ഞങ്ങളെ തോൽപ്പിക്കാൻ, വിമർശിക്കാൻ നിങ്ങൾക്കും അവകാശമുണ്ട്. പക്ഷേ ആത്മാഭിമാനം എന്നൊരു സാധനമുണ്ട്. അത് മലപ്പുറത്തെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവണം. അതിവിടുത്തെ CPM-കാർക്കും ഉണ്ടാവണം. ഞങ്ങളുടെ ജില്ലയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരാൾ ഇത് വർഗീയവാദികളുടെ ജില്ല എന്ന് പറഞ്ഞാൽ, സഖാവേ, നിങ്ങളാ പറഞ്ഞതു തെറ്റ്. അങ്ങനെ പറഞ്ഞ ആൾക്ക് നിങ്ങൾ രണ്ടാം കുമാരനാശാന്റെ പദവി കൊടുത്തത് തെറ്റ് എന്ന് പറയാനുള്ള ആർജവം, അതിന് നിങ്ങൾക്ക് ഇന്നോവയെ പേടിച്ചില്ലെങ്കിൽ അങ്ങനെയാണല്ലോ. ഞാൻ നിങ്ങൾ വായിച്ചല്ലോ സ്വരാജിന്റെ ഒരു പോസ്റ്റ്. എന്താണ്? അതിർത്തിയിലെ പൂരമാണ് നിങ്ങൾക്ക് യുദ്ധം, നിങ്ങൾ യുദ്ധവിരുദ്ധരാവണം. നല്ല മുഞ്ചുള്ള വർത്താന. നമ്മൾ ആരും യുദ്ധവെറിയന്മാരല്ല. യുദ്ധത്തിൽ മനുഷ്യർ മരിച്ചു വീഴണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഭീകരവാദത്തിനെതിരെ രാജ്യം ഒരു നിലപാടെടുത്തപ്പോ ആ നിലപാടിന്റെ കൂടെ നമ്മൾ നിന്നു. അപ്പൊ മൂപ്പരൊരു വലിയ ഉപദേശം, അത് ആഘോഷിക്കാൻ കുറെ ചാനലുകാർ, എന്താണ്? അതിർത്തിയിലെ പൂരമാണ് നിങ്ങൾക്ക് യുദ്ധം. ആ അതിർത്തിയിൽ താമസിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഓർക്കൂ. അവരുടെ വീട് നഷ്ടപ്പെട്ടില്ലേ? അവരുടെ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടില്ലേ? എന്നിട്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പഠിപ്പിക്കുന്ന ഈ സ്വരാജ് മുതലിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഷുഐബ് കൊല്ലപ്പെട്ടപ്പോ ഇതേ ഫേസ്ബുക്ക് ബാളിൽ എഴുതി വെച്ചില്ലേ, ഞങ്ങൾ കൊല്ലപ്പെടാതിരുന്നാൽ നിങ്ങളും കൊല്ലപ്പെടില്ല അല്ലേ? അപ്പൊ ഞങ്ങളെ കൊന്നാൽ ഞങ്ങൾ കൊല്ലും. അവിടെ പറയുന്ന സമാധാനമൊന്നും ബാക്കിയല്ല. ഇതൊന്നും വേണ്ടടോ. എന്തിനാ അതിർത്തിയിലെ പൂരത്തിലേക്ക് പോണത്? അങ്ങാടിയിലെ കൊടിമരം പാതിരാവിലെ മറിഞ്ഞു വീണാൽ, നിങ്ങളുടെ നേതാവ് പോകുന്ന വഴിയിൽ ഒരു വഴിതടസ്സം സൃഷ്ടിച്ചാൽ ആ 19 വയസ്സുകാരന് 6 മണിക്കൂറോളം 300 പേരുടെ നടുവിൽ നിർത്തി വിചാരണ നടത്തി കൊലപ്പെടുത്താൻ മടിയില്ലാത്ത നെറികെട്ട നിങ്ങള് സമാധാനം എന്ന വാക്ക് പറഞ്ഞു പോകരുത്. സ്വരാജ്, അയൽപ്പക്കത്തെ കുട്ടി അവൻ നിങ്ങളുടെ നേതാവ് പോകുന്ന വഴിയിൽ നിന്നപ്പോ വെട്ടിക്കൊലപ്പെടുത്തിയ നിങ്ങള് യുദ്ധത്തിനെതിരെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് കളിച്ചാൽ അതിന് കൈകൊട്ടി പാടാൻ ഇവിടെ ചാനൽ മുതലാളിമാരുണ്ടാവും. ഷുഐബിനെ ഓർക്കുന്ന, ഷുക്കൂറിനെ ഓർക്കുന്ന, കൃപേഷിനെ ഓർക്കുന്ന, ശരത്ലാലിനെ ഓർക്കുന്ന മലയാളികൾ നിങ്ങളുടെ ഈ നെറുകേടിന് കൈയടിച്ചു തരുമെന്ന് വിചാരിക്കണ്ട. സാന്ദർഭികമായി സൂചിപ്പിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ. കേരളം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മൾ വളരെ ആഴത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഭരണവീഴ്ചകളിലേക്ക് പോവാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഒറ്റ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയും. ഇന്നലെ ഞാൻ വായിച്ചൊരു വാർത്തയുണ്ട് മിനിഞ്ഞാന്ന്. ആ വാർത്തയിൽ ഇങ്ങനെയാണ്. എന്താണെന്നറിയോ? ജോൺ ഹോപ്പിംഗ്സ് യൂണിവേഴ്സിറ്റി അമേരിക്കയിലാണ്. ആ അമേരിക്കയിൽ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഒരു ലെക്ചർ നടത്താൻ ക്ഷണം കിട്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് പോവാൻ സമ്മതിച്ചില്ല. സഖാക്കൾക്ക് വലിയ പ്രതിഷേധമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ പോകണ്ടേ? നമ്മുടെ കേരളത്തിന്റെ ഈ ആരോഗ്യ മേഖലയുടെ വലുപ്പത്തെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കാൻ അമേരിക്കൻ സാഹിബിന് ഇതൊരു അവസരമല്ലേ? ഇതൊക്കെ പറയുമ്പോ ഈ ആരോഗ്യമന്ത്രിയുടെ റാന്നിയിലെ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അന്ന് തന്നെ പുറത്തൊന്നൊരു വാർത്തയുണ്ട്. ഒരു ചങ്ങാതിന്റെ കൈ മെല്ലെ ബ്ലേഡ് കൊണ്ടൊന്ന് മുറിഞ്ഞപ്പോൾ ആശുപത്രി കൊണ്ടുപോയി കുത്തിവെപ്പ് എടുത്തു, 2 സ്റ്റിച്ച് ഇട്ടു.
അങ്ങോട്ട് പാട്ടും പാടിപ്പോയ ആൾക്ക് തിരിച്ചു വരുമ്പോ മരണവേദന. അയാൾ നിൽക്കണില്ല ഇരിക്കണില്ല, വേറൊന്നും സംഭവിച്ചില്ല. ചെറിയൊരു മുറിവിന് 2 സ്റ്റിച്ച് ഇട്ടതാ. പോയി നോക്കുമ്പോ ഈ സ്റ്റിച്ച് അഴിച്ചു നോക്കുമ്പോ നല്ല ഒന്നാന്തരം ഉറുമ്പ് ആ മുറിവിന്റെ ഉള്ളിൽ കിടന്ന ആളെ കടിക്ക. ഈ ഉറുമ്പും കൂടെ കൂട്ടിയാ തുന്നിയത്. മെഡിക്കൽ കോളേജിന്റെ ICUവിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ ഭർത്താവ് ഒന്ന് കാണണമെങ്കിൽ, അനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണമെങ്കിൽ ഡോക്ടർമാരെ സമ്മതം വേണ്ടേ കേരളത്തില്? ICU മുറിയിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുമോ? നിങ്ങളുടെ ഭാര്യയെ കാണാൻ, നിങ്ങളുടെ മകളെ കാണാൻ, നിങ്ങളുടെ മകനെ കാണാൻ? അവര് തരുന്ന കുപ്പായിട്ട് നമ്മൾ ഈ രോഗിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അയാൾ അപ്പോ അഫാത്താവും രോഗി, ഇല്ലേ? നമ്മളൊരു നീല കുപ്പായി കിടന്ന് നമ്മൾ ചെന്നിട്ട് എന്തെന്ന് ചോദിക്കുമ്പോൾ തന്നെ ആ ആള്. അങ്ങനെയുള്ള കേരളത്തില് ആശുപത്രിയിലെ ICU റൂമിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ത്രീ, അവർ ബലാത്സംഗം ചെയ്യപ്പെട്ടു. തൊട്ടടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ ജോർജ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ്, പിന്നെ ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ്. ആ പ്രതികൾ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അവിടെ ആഴ്ചക്കണക്കിനാണ്. അതിർത്തിയിൽ ബോംബിട്ടിട്ടാ തീ പിടിച്ചതെന്ന് വെക്കാം. ഇവിടെ ഈ ആശുപത്രി ആഴ്ചക്ക് തീ പിടിക്കും. എന്തുകൊണ്ടാ? പുതിയ കെട്ടിടം ഉണ്ടാക്കിയപ്പോ കൊട്ടക്കണക്കിന് കട്ടെടുത്തു ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ. അതിന്റെ ഭാഗമായിട്ട് അതാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ അവസ്ഥ. വിശദമായിട്ട് ഞാൻ പറഞ്ഞു പോണില്ല. ആ ആരോഗ്യമന്ത്രിക്ക് അവിടെ പോവാൻ അവസരം നിഷേധിച്ചു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്ന ഈ കേരളം ആ ഭരണക്കെടുതികളിലേക്കൊന്നും ഇവിടുത്തെ ചർച്ച പോവാത്ത എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾക്ക്? കേന്ദ്രത്തിൽ മോദി അയാളുടെ ഭരണക്കെടുതികൾക്കെതിരായ ചർച്ചകളെ മറച്ചു വെക്കാൻ ഉപയോഗിക്കുന്നത് പോലെ ഇവരിവിടെ വർഗീയത ഉപയോഗിക്കുക. അവർക്ക് കൂലിക്കാളുണ്ട്. അങ്ങനെ കൂലിക്കെടുത്ത് നിർത്തിയ ആളാണ് മലപ്പുറത്ത് അധിക്ഷേപിച്ച ആൾ. അങ്ങനെ കൂലിക്കെടുത്ത് നിർത്തിയ ആളാണ് PC ജോർജ് എന്ന് പറയുന്ന തെക്കൻ ജില്ലകളിൽ നിന്ന് വാ കൊണ്ട് വിസർജിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ പുതിയ അശ്ലീലം. ഇതൊക്കെ കൂടി പറയുമ്പോഴോ അവർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ പിണറായി വിജയന് കഴിയുന്നുണ്ടോ? നിങ്ങളൊന്ന് പറയും. ഈ കേരളം ഇതുപോലെ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ പ്രസരണ കേന്ദ്രമായി മാറിയൊരു ഭൂതകാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വോട്ട് കൊടുത്തവർ അവരാകെയും ഭീകരവാദികൾ, അവരാകെയും തീവ്രവാദികൾ. ഇത് പറഞ്ഞതാരാ? പറഞ്ഞ 2 പേരുണ്ട് സഖാക്കളെ. ഒന്ന് മഹാരാഷ്ട്രയിലെ BJPയുടെ നേതാവ് നിതീഷ് റാണെ. വർഗീയ പ്രസംഗത്തിന്റെ പേരിൽ, വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും വിലക്കിയ വിദ്വേഷ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ കറുത്ത ചരിത്രമുള്ള ആൾ. അടുത്ത ആഴ്ച അത് പറഞ്ഞത് ആരാ? കേരളത്തിൽ നിന്നൊരാൾ. നിങ്ങളുടെ ഈ ജില്ലക്കാരൻ വിജയരാഘവൻ എന്ന CPMന്റെ മുതിർന്ന നേതാവ്. അയാൾ പറയാണ്, നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ജാഥയിലേക്ക് നോക്ക്, നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ ജാഥയിലേക്ക് നോക്ക്. അതിന്റെ മുന്നിലാരാ? അതിന്റെ പിന്നിലാരാ? അതിന്റെ ഉള്ളിലാരാ? മുസ്ലിം തീവ്രവാദികൾ. ആ തീവ്രവാദികളുടെ വോട്ട് കിട്ടാതെ അവർ ഡൽഹിയിലേക്ക് പോവോ? ഇനിയിപ്പോ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ ഈ ജില്ലയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് നിലമ്പൂര്. ആ നിലമ്പൂര് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നിലമ്പൂരുകാരൻ നെഞ്ചിൽ കുറിച്ചിടേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ നിലമ്പൂര് 2021 പിണറായി വിജയൻ കൊണ്ടുവന്ന് നിർത്തി ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രനാണെന്ന് പറഞ്ഞ് വോട്ട് കൊടുത്ത PV അൻവറിന് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചു വിട്ട മണ്ഡലാണ്. എന്നാണ്ട് 8000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് 21 അവിടെ അൻവർ വിജയിച്ചു പോയത്. പക്ഷെ 2024 രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോ നിലമ്പൂരുകാർ കോൺഗ്രസിന് വോട്ട് കൊടുത്തു. പിന്നീട് പ്രിയങ്ക ഗാന്ധി വന്നപ്പോ നിലമ്പൂരിൽ അവർ 10,40,000 വോട്ടിന് ലീഡ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? 21 പിണറായിയുടെ വാക്ക് കേട്ട് PV അൻവറിന് വോട്ട് കൊടുത്ത പലരും ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് കൊടുത്തു. 21 അവർ പിണറായി വിശ്വസിച്ചു. ഇപ്പോ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴോ പ്രിയങ്ക ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ എത്തുമ്പോ അത് നരേന്ദ്രമോദിക്കുള്ള ഒരു മറുപടിയാകണമെന്ന കാഴ്ചപ്പാടിൽ പ്രിയങ്ക ഗാന്ധിക്ക് ആകെ UDFന്റെ വോട്ടല്ല, അതാകെ ലീഗിന്റെ വോട്ടല്ല, അതാകെ കോൺഗ്രസിന്റെ വോട്ടല്ല, ഉറപ്പാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ മുഴുവൻ വോട്ടുകളും ഞങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കേട്ടോ. കാരണം അവരെ കൂടി ചേർത്തിട്ടാണ് RSSന്റെ നാക്ക് കടമെടുത്ത് CPMന് വേണ്ടി സംസാരിക്കുന്ന ഈ ഭൂലോക പരാജയ രാഘവൻ അധിക്ഷേപ വാക്കുകൾ പറഞ്ഞത്. അവരത് കുറിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഭീകരവാദികൾ ഉണ്ടാക്കുമ്പോ, നിങ്ങളിങ്ങനെ തീവ്രവാദികളെ ഉണ്ടാക്കുമ്പോ, തരാതരം പോലെ കാർഡ് മാറ്റി കളിക്കുമ്പോ സാക്ഷാൽ CPMഉം പിണറായി വിജയനും ഒന്നോർത്തു വെച്ചോ, കേരളം ഇതൊക്കെ നല്ല ജാഗ്രതയോടെ ഓർത്തു വെക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ഇപ്പൊ ഭരണത്തിന്റെ 4ാം വാർഷികം. ഇന്നലെ പറഞ്ഞു നിർത്തിവെച്ചു, ഇന്നിപ്പോ പറഞ്ഞു വീണ്ടും തുടങ്ങാൻ പോവാന്ന് അല്ലേ? ഇന്നലെ പറഞ്ഞു യുദ്ധം കാരണം ഞങ്ങൾ നിർത്തിവെച്ചു.
അതിർത്തിയിൽ വെടിവെപ്പ് കാരണം ഞങ്ങളുടെ തള്ളു ഞങ്ങൾ നിർത്തിവെച്ചു എന്നാണ്. ഇന്നിപ്പോ കേൾക്കുന്നു വെടിവെപ്പ് നിർത്തി എന്നാൽ ഞങ്ങൾ തള്ളി തുടങ്ങുകയാണെന്നാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഈ കേരളം നേരിടുമ്പോൾ സഖാക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരു ജില്ലയിൽ 3 കോടിയാണ് പന്തലിന്, 14 ജില്ലയിലും കൂടി 42 കോടി. ഇവിടെ ഒട്ടിച്ചിടണോ ആ പോസ്റ്റർ? ഇവിടെ ഉണ്ടോ? ഒന്നില്ല. എന്നാ ഇവിടുത്തുകാരാ പണി നിർത്തിയോണ്ടാകട്ടോ, നാട് മുഴുവനുണ്ട്. ഇവിടുത്തെ സഖാക്കൾ അത് കൊണ്ട് ഇത് ഒട്ടിച്ച് ഉളുപ്പുകേടാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാ. പിണറായി വിജയന്റെ 2 വലിയ ഫോട്ടോയാണ് അതിനകത്ത്. എന്നാ ഈ മന്ത്രിമാരെ ഫോട്ടോ നിങ്ങൾ കണ്ടിടോ? പണ്ട് ഈ പോസ്റ്റ് കാർഡിന്റെ സൈഡിൽ ഈ സ്റ്റാമ്പ് ഒട്ടിക്കണ കണ്ടിടോ? വല്ല സൈഡിൽ സ്റ്റാമ്പ് ഒട്ടിച്ചല്ലോ മന്ത്രിമാരെ ഫോട്ടോ. അത് ലോകം മുഴുവൻ ഒട്ടിച്ചല്ലോ. സ്നേഹമുള്ളവരെ, ഈ കെടുതിയുടെ കാലം ഉണ്ടല്ലോ. ഇവിടെ മുഴുവൻ പകല് CPM-ന്റെ ജാഥയിൽ നടന്നിട്ട് ആ ജാഥയില്ലാത്ത ദിവസം നിർമ്മാണത്തിന് പോകുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികളെടോ. നിങ്ങളെ പാർട്ടിയുടെ ഉറച്ച കോട്ട 90 പേരും 100-ൽ 90-ഉം CITU-കാരാ. അവരെ പെൻഷൻ കൊടുത്തിട്ട് 16 മാസമായി. സാമൂഹ്യക്ഷേമ പെൻഷൻ 3 മാസത്തെ കുടിശ്ശികയാണ്. KSRTC ജീവനക്കാരുടെ ശമ്പളം കുടിശ്ശിക, സർക്കാർ ജോലിക്കാർക്ക് കൊടുത്തു തീർക്കാൻ 60,000 രൂപയുടെ കുടിശ്ശിക, അംഗൻവാടികളുടെ കുടിശ്ശിക, ആശമാരുടെ കുടിശ്ശിക, സ്കൂളിൽ അരിവെക്കുന്നവരുടെ ശമ്പളം കുടിശ്ശിക, അധ്യാപകര് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിന് അവർക്ക് പാസ്സായി കിട്ടാനുള്ള ബില്ല് കുടിശ്ശിക, സപ്ലൈകോയുടെ അലമാരിയിൽ പൂച്ച പെറ്റ് കിടക്കാണ്. ഇങ്ങനെയുള്ള കെടുതിക്കാലത്ത് ആ പോസ്റ്റർ ഒട്ടിക്കാൻ 500 ഹോൾഡിങ്ങുകൾ ഈ കേരളത്തിൽ പിണറായി വിജയന്റെ മുഖമുള്ളത് വെക്കാൻ എത്ര കോടിയെ മാറ്റി വെച്ചെന്നറിയോ നിങ്ങൾക്ക്? 25,91,00,000 രൂപ. മലപ്പുറത്തെ പാർട്ടി സഖാക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, നിങ്ങളെ പാർട്ടിയുടെ ചരിത്രമുണ്ട്. VS-ഉം പിണറായിയും ചേരിതിരിഞ്ഞ് പാർട്ടി പിടിക്കാൻ സമരം ചെയ്ത ചരിത്രം. അങ്ങനെ ചേരിതിരുന്ന കാലത്താണ് ഈ മലപ്പുറം ചോപ്പിക്കാൻ മലപ്പുറത്തെ കോട്ടക്കുന്നിലോ മറ്റോ നിങ്ങളുടെ CPM-ന്റെ ജില്ലാ സമ്മേളനം നടത്തിയത്. അന്ന് മലപ്പുറം സമ്മേളനത്തില് VS-നെ പാതി വീഴ്ത്തി പിണറായി. പിന്നെ കോട്ടയം സമ്മേളനം വന്നു. കോട്ടയം സമ്മേളനം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മഴ പെയ്തു. ആ സമ്മേളനം അവിടെ നടക്കുമ്പോൾ സ്നേഹമുള്ള കുട്ടികളെ കേട്ടറിഞ്ഞിട്ട് പറയല്ല കേട്ടോ, ആ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിന്റെ ഒരു 100 വാര അപ്പുറത്ത് ആ മഴയും നനഞ്ഞ് സാക്ഷാൽ VS അച്യുതാനന്ദന്റെ പ്രസംഗം കേട്ട് നിൽപ്പുണ്ട് ഞാൻ. VS-നെ കുപ്പിക്കെറിഞ്ഞത് ഒരൊറ്റ ഏറ് പോലും മര്യാദയ്ക്ക് കൊള്ളാത്തതിന് പിണറായി വിജയൻ സഖാക്കളെ ചീത്ത പറഞ്ഞ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? അന്നത്തോടെ VS അച്യുതാനന്ദൻ എന്ന നേതാവ് സമ്പൂർണമായും ഇല്ലാതായി. CPM-ന്റെ സംഘടനാ സംവിധാനത്തിനകത്ത് പരാജയപ്പെട്ടു. പാർട്ടി പൂർണ്ണമായും പിണറായി വിജയന്റെ ഉരുക്കുമുഷ്ടിയിലേക്ക് വന്നു. അന്നൊരു തർക്കമുണ്ടായിരുന്നു. എല്ലായിടത്തും VS-ന്റെ ഫോട്ടോയാണ്, എല്ലായിടത്തും VS-ന്റെ ഫ്ലെക്സാണ്. നമ്മുടെ പാർട്ടി വ്യക്തി ആരാധനകൾ ഇല്ലാത്ത പാർട്ടിയാണ്. അതുകൊണ്ട് VS-ന്റെ ഫ്ലെക്സ് വെക്കാൻ പറ്റൂല. ഇപ്പൊ എല്ലായിടത്തും പിണറായി വിജയന്റെ ഫോട്ടോ സഹിക്കാം. ആകെ ഇവിടെ ബാക്കിയുള്ള ഇവിടുത്തെ മുഖ്യമന്ത്രി ഞാൻ ചോദിക്കട്ടോ, പോണ വഴിക്ക് മുഴുവൻ ഈ ഭാര്യയെയും മരുമകനെയും മകളെയും ആ പേരക്കുട്ടിയെയും കൊണ്ടുപോകുന്നത് എന്തിനാ? വിഴിഞ്ഞം പോർട്ടിന്റെ ഒഫീഷ്യൽ ബ്രീഫിംഗ് നടക്കുമ്പോൾ വാസവന്റെ പിണറായിയുടെയും ബാക്കിൽ എന്തിനാ ആ ചെറിയ കുട്ടി? ആ കുട്ടിയുടെ പ്രായമുള്ളൂ. അവനല്ലേ മിസ്റ്റർ കേരള ആയത് ഇവിടെ, കിഡ്സ് കേരള, ഇവിടെ കുട്ടിയൊക്കെ ഉണ്ടല്ലോ, അവന്റെ പ്രായമുള്ളൂ. നമ്മൾ ആ കുട്ടി അധിക്ഷേപിക്കല്ല, നമുക്ക് വിഷമമുണ്ട്. പക്ഷെ കൊണ്ടുവന്ന് ഇരുത്താണല്ലോ. ഈ വീണ വിജയൻ എന്ന പെൺകുട്ടിക്ക് അവിടെ എന്താ കാര്യം? അപ്പൊ പറഞ്ഞ മറുപടി കേട്ടോ നിങ്ങൾ? ഒരൊറ്റ കാര്യമുള്ളൂ പിണറായി പറഞ്ഞ മറുപടി. അവർ എൻ്റെ മകളാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ പേരക്കുട്ടിയാണ്. സഖാക്കളെ, നിങ്ങൾ കാതു തുറന്ന് കേട്ടോ ആ മറുപടി. ആ പോയിരുന്നത് എന്തിന് എന്ന് ചോദിക്കുമ്പോ അതിനൊരൊറ്റ യോഗ്യത മതി. എന്താണ്? എൻ്റെ മകളാണ്, എൻ്റെ പേരക്കുട്ടിയാണ്, എൻ്റെ മരുമകനാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുടുംബമാണ്. സ്നേഹമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ ഏകാധിപതികളുടെ കൂട്ടത്തിൽ റുമേനിയയിലെ ചെഷസ്ക്യൂ എന്നൊരു നേതാവുണ്ടായിരുന്നു. അയാൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മതത്തിന്റെ ആൾദൈവമായിരുന്നു. ഇപ്പോഴത്തെ കേരളത്തിൽ പിണറായിയെ നിങ്ങളൊരു ആൾദൈവമായി കൊണ്ട് നടക്കുന്നത് പോലെ അയാൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മതത്തിലെ ഒരു ആൾദൈവമായിരുന്നു. തീർന്നില്ല കേട്ടോ. ആ മനുഷ്യൻ ഒരു ദിവസം അയാളുടെ രാജ്യത്തെ പൗരന്മാരിങ്ങനെ താഴെ നോക്കി നിൽക്കുമ്പോൾ മട്ടുപ്പാവിൽ വന്നു നിന്നു. ചെഷസ്ക്യൂവിനൊരു ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യയുടെ പേര് എലീന എന്നായിരുന്നു. അവരെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയത് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയുടെ നേതാവ്, ആ റുമേനിയ എന്ന രാജ്യത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണാധികാരിയായ ആ മനുഷ്യന്റെ ഭാര്യക്ക് 3000 ചെരുപ്പുകൾ ഉണ്ടായിരുന്നു അത്രേ. അവർക്ക് അപ്പിയിടാൻ സ്വർണത്തിന്റെ ഒരു ക്ലോസറ്റ് ഉണ്ടായിരുന്നു അത്രേ. ഞാൻ വായിച്ചു കേട്ടതാണ്. അങ്ങനെ മട്ടുപ്പാവിൽ നിന്ന് ഇയാൾ കൈവീശുമ്പോൾ എല്ലാ ദിവസവും കൈവീശും. ആളുകൾ ഭയന്ന് ഇയാളെ തിരിച്ച് കൈവീശുമായിരുന്നു. ആ ഭരണത്തിന്റെ കെടുതികൾ സഹിച്ച ഒരു ദിവസം ചെഷസ്ക്യൂ മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ താഴെ നിന്ന് കൈവീശുന്നവരുടെ കൂട്ടത്തിൽ നിന്നൊരാൾ, ഒരേ ഒരാൾ ഒന്ന് കൂവി വിളിച്ചു എന്നാണ്. ആ കൂവി വിളി കേട്ടപ്പോ
വീശാനുയർത്തിയ കൈകൾ ഓരോന്നായി താഴെയിട്ടു. എല്ലാവരും ആ കൂവിയവന്റെ നേരെ നോക്കി. അവൻ കൂസലില്ലാതെ ആ പുരുഷാരത്തിന്റെ ഒത്ത നടുക്കു നിന്ന് മട്ടുപ്പാവിൽ നിൽക്കുന്ന ചെഷസ്ക്യുവിന് നേരെ ഒന്നുകൂടി കൂവി. ആ നിൽക്കുന്ന പുരുഷാരമാകെ ഓരോരുത്തരായി ആ കൂവി വിളികൾ കൂവി വിളിക്കാൻ തുടങ്ങി. പിന്നെ അതൊരലർച്ചയായി മാറി. ചെഷസ്ക്യുവിന്റെ കൊട്ടാരത്തിന്റെ കാവൽക്കാർ ആദ്യം ഭയന്നോടി. ആ കൊട്ടാരത്തിന്റെ ഗോപുരവാതിലുകൾ തകർന്നു വീണു. മൂന്നാം നാൾ അന്ന് വരെ അയാളെ കണ്ടപ്പോൾ ഭക്ത്യാദരവുകളോടെ നോക്കി നിന്ന റുമേനിയ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലെ പൗരന്മാർ ചെഷസ്ക്യുവിന്റെ കൊട്ടാരത്തിനകത്തു കയറി. അയാളെ തല്ലിക്കൊന്ന് വിളക്കുകാലിൽ കെട്ടിത്തൂക്കി. അയാളുടെ ഭാര്യയെയും ജനകീയ വിചാരണ നടത്തി എന്നാണ്. ഇതിനേക്കാൾ വലിയ കേമനായിരുന്നു ചെഷസ്ക്യു. ആ ചെഷസ്ക്യുവിന് ചരിത്രം കാത്തുവച്ചത് ജനകീയ രോഷത്തിന്റെ വിളക്കുകാലായിരുന്നു. അതുപോലൊരു സായുധ കലാപം ഈ കേരളത്തിൽ നടക്കേണ്ട കാര്യമില്ല. കാരണം കേരളം ഇപ്പോഴും ഭാഗ്യവശാൽ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഭാഗമാണ്. ആ ജനാധിപത്യ രാജ്യത്തിന്റെ ഒരു ഭാഗമായി നിൽക്കുന്ന കേരളത്തിൽ ഈ കേരളീയ ചെഷസ്ക്യുവിന്റെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ നമുക്കൊരവസരം കിട്ടാൻ പോവാണ്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്, അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തെ നേരിടുന്ന അതേ വീറോടെ കേരളത്തിന്റെ ചെഷസ്ക്യു സാക്ഷാൽ പിണറായി വിജയന്റെ അധികാര ഹുങ്കിനെ ജനകീയ രോഷം കൊണ്ട് കൊന്നു വിളക്കുകാലിൽ കെട്ടിത്തൂക്കുന്നത് വരെ വിശ്രമമില്ല എന്ന് തീരുമാനിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ഈ കീഴ്പറമ്പിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക്, പ്രിയപ്പെട്ട എന്റെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഈ ഉള്ളവന്റെ വാക്കുകൾ പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.